ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ LDC 2024 കലാശ പോരാട്ടം തുടങ്ങുകയായി അല്ലേ. ഫസ്റ്റ് സ്റ്റേജ് എക്സാം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കാണ്, എല്ലാവർക്കും അറിയാം. ഈ വരുന്ന ശനിയാഴ്ചയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് എഴുതാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ ഇനി വിവിധ ഘട്ടങ്ങളിലായിട്ട് ഓരോരോ തീയതികളിൽ എഴുതാൻ പോകുന്നവർക്കും ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ നമ്മൾ മുൻപത്തെ വീഡിയോസിലൊക്കെ ഒരു സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും ആൻസേഴ്സും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. മുൻപിട്ട വീഡിയോസിൽ വന്ന ഒരു സജഷൻ ഇങ്ങനെയായിരുന്നു കമൻസിൽ വന്നത്, അതായത് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് മാത്രം മതി മാം എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് റിലേറ്റഡ് ഫാക്ട്സും കൂടി പറഞ്ഞു പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേയധികം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്യുന്നവരാണ്. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യനെ അതിൻ്റെ ഓപ്ഷൻസും കൂടി വെച്ചിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുമ്പോൾ, അതായത് എന്തുകൊണ്ട് ബാക്കിയുള്ള ഓപ്ഷൻസുകൾ ഉത്തരമാകുന്നില്ല, എന്തുകൊണ്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരെണ്ണം ആകുന്നു എന്നുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷൻസിൽ വന്ന കാര്യങ്ങളും കൂടെ പഠിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ആ കാര്യങ്ങൾ വന്നില്ല, ഉത്തരമായി വന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ട് ആ ഒരു ഉത്തരം അതായി എന്നുള്ള രീതിയിൽ മനസ്സിലാകുന്നുണ്ട് എന്ന് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എനിവേസ്, നിങ്ങളുടെ സജഷൻ പ്രകാരം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മുൻപത്തേലൊക്കെ നമ്മൾ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെയാണ് ചെയ്തത് അല്ലെ. ഓരോ സബ്ജക്ട്സിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെയൊക്കെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ സോ ദാറ്റ് അതിൽ നിന്ന് ഏത് രീതിയിൽ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ അതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ചധികം മാതൃകാ ചോദ്യങ്ങളാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. എനിവേസ്, ഇത് മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ ആ ഒരു ലാസ്റ്റ് ടൈമിലോട്ട് എടുക്കുകയാണ്, എക്സാം ആവാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മെമ്മറിയിൽ നിൽക്കും എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഇടാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. 2023 ചമ്പക്കുളം മൂലം വള്ളം കളിയിൽ രാജപ്രമുഖൻ ട്രോഫി നേടിയത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആൻസർ പറയാം. നടുഭാഗം ചുണ്ടൻ. ഇപ്പൊ ശ്രദ്ധിക്കുക, ഇത് 2023 ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ രാജപ്രമുഖൻ ട്രോഫി നേടിയതിന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? നടുഭാഗം ചുണ്ടൻ. ഇനി അടുത്ത് നോക്കി, ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ ഏത്? നമ്മുടെ ആർട്സ്, സ്പോർട്സ് എന്ന് പറയുന്ന, ലിറ്ററേച്ചർ എന്നുള്ള പറയുന്ന ഒരു വിഭാഗത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് അല്ലെ. അപ്പോൾ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണെന്നറിയോ? പിറവിയാണ്. അപ്പോൾ ഓപ്ഷൻസിൽ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സിനിമകൾക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. വിശപ്പുരഹിത കേരളം ലക്ഷ്യമാക്കി ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നതിന് ജനകീയ ഭക്ഷണശാല ആരംഭിച്ച ജില്ല ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിൽ പാലക്കാട്, ആലപ്പുഴ, കണ്ണൂർ, തിരുവനന്തപുരം ഇത്രയാണ് തന്നിട്ടുള്ളത്. ഏതാണെന്നറിയോ? ആൻസർ ആലപ്പുഴയാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കുറേയധികം ചുരങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും കേരള ജിയോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് സ്പെസിഫിക് ആയിട്ട്. അപ്പോൾ അതൊക്കെ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിരിക്കണം. ഓപ്ഷൻസ് നോക്കി: പുനലൂർ തിരുനെൽവേലി, പുനലൂർ ചെങ്കോട്ട, മാനന്തവാടി തേനി, കണ്ണൂർ കൂർഗ്. ഏതാണെന്നറിയോ? ആൻസർ പുനലൂർ ചെങ്കോട്ടയാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. കോഴിക്കോട്, കണ്ണൂർ, കൊല്ലം, എറണാകുളം. ഏതാണെന്നറിയോ? കോഴിക്കോടാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കി. 2023 മികച്ച നടനുള്ള ബാഫ്ത പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷൻസ് നോക്കി: വിൽ സ്മിത്ത്, ആന്റണി ഹോപ്കിൻസ്, ബ്രെൻഡൻ ഫ്രേസർ, ഓസ്റ്റിൻ ബട്ട്ലർ. ആർക്കാണെന്നറിയോ? ഓസ്റ്റിൻ ബട്ട്ലറിനാണ് 2023 മികച്ച നടനുള്ള ബാഫ്ത പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആര് എന്നുള്ളതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കി: പി വത്സല, പോൾ സക്കറിയ, ഡോക്ടർ SK വസന്തൻ, സേതു. ആരാണെന്നറിയോ?
ഡോക്ടർ എസ്.കെ. വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കേട്ടോ. അടുത്ത ചോദ്യം, പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കി: അഷ്ടമുടി, ശാസ്താംകോട്ട, വേമ്പനാട് കായൽ, പൂക്കോട് തടാകം. അപ്പോൾ ഏതാണെന്നറിയോ? അഷ്ടമുടി കായലാണ് കേട്ടോ. ഇനി ഇന്ത്യ ദി എമേർജിംഗ് ജയന്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് എന്നുള്ളതാണ് കേട്ടോ ചോദ്യം. ഓപ്ഷൻസ് നോക്കി: അരവിന്ദ് പനഗരിയ, സുമൻ ബെറി, അമിതാഭ് കാന്ത്. ഇവരാരുമല്ല. ആരാണെന്നറിയോ? അരവിന്ദ് പനഗരിയാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഓണാട്ടുകര എക്കൽ മണ്ണ് പ്രധാനമായും കാണപ്പെടുന്നത്. നമുക്ക് ഓപ്ഷൻസിന് നമ്മുടെ കുറച്ച് ഡിസ്ട്രിക്ട് സെന്റർ തന്നിട്ടുണ്ട്: കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, കണ്ണൂർ. അപ്പോൾ ഓണാട്ടുകര എക്കൽ മണ്ണ് പ്രധാനമായും കാണപ്പെടുന്നത് ഈ പറഞ്ഞ ജില്ലകളിൽ പെയർ ചെയ്തിട്ടാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് അല്ലെ. 1 and 3, 1 and 4, 2 and 3, 1 and 2 എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. എനിവേസ് ആൻസർ എന്താണെന്നറിയോ? 1 and 2 ആണ്. അതായത് കൊല്ലവും ആലപ്പുഴയും ഇവിടങ്ങളിലാണ്, ഈ ജില്ലകളിലാണ് പ്രധാനമായും ഓണാട്ടുകര എക്കൽ മണ്ണ് കാണപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ഇന്ധനധാതു നിക്ഷേപം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കിയേ: മോണസൈറ്റ്, ലിഗ്നൈറ്റ്, തോറിയം, ഇൽമനൈറ്റ്. ഏതാണെന്നറിയോ? ലിഗ്നൈറ്റ് ആണ് കേട്ടോ. ഒരേ ഒരു ഇന്ധനധാതുവാണത്. കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ഇന്ധനധാതുവാണ് എന്ത്? ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ വ്യവസായ നഗരം ഏത്? ഓപ്ഷൻസ് നോക്കി: കൊച്ചി, ആലുവ, കളമശ്ശേരി, കാക്കനാട്. ഏതാണ് കേരളത്തിലെ വ്യവസായ നഗരം എന്ന് പറയുന്നത്? ആലുവയാണ് കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. ജില്ലാതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവൻ ആര് എന്നുള്ളതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കി: ജില്ലാ കളക്ടർ, മുഖ്യമന്ത്രി, പഞ്ചായത്ത് പ്രസിഡന്റ്. ഇവരാരുമല്ല. ഏതാണെന്നറിയോ? ആൻസർ ജില്ലാ കളക്ടറാണ് കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം നോക്കി: താഴെ തന്നിട്ടുള്ളവയിൽ സെക്ഷൻ 2 ക്ലോസ് 9 പ്രകാരം ഉപഭോക്താക്കളുടെ അവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് നോക്കി: സുരക്ഷിതത്വത്തിനുള്ള അവകാശം, പ്രാതിനിധ്യത്തിനുള്ള അവകാശം, അറിയിക്കപ്പെടാനുള്ള അവകാശം. അപ്പോൾ ഓപ്ഷൻസ് നോക്കി: 1 and 3, 2 and 3, 1 and 2, 1, 2, 3 എല്ലാം ഉള്ളതും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം തന്നെ കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ കൺസ്യൂമേഴ്സ്, അതായത് ഉപഭോക്താക്കളുടെ അവകാശങ്ങളിൽ പെടുന്നവയാണ് ഇവയെല്ലാം തന്നെ. ഓക്കെ. അപ്പോൾ നമ്മുടെ ആൻസർ 1, 2, 3 ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത്. ഓക്കെ. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം: 2020 ജൂൺ 24, 2019 ജൂൺ 24, 2020 ജൂലൈ 24, 2019 ജൂലൈ 24. ആൻസർ ഏതാണെന്നറിയോ? 2020 ജൂലൈ 24 എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണെന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. വകുപ്പ് 7, 9, 8, 11. ഓക്കെ. അപ്പോൾ വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതൊക്കെ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു വകുപ്പുണ്ട്. ചില സർക്കംസ്റ്റൻസസിലാണ്. അതാണ് കേട്ടോ ചോദ്യം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ചില കാര്യങ്ങളുടെ ഇതിലാണ് എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് പറയുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി, അതായത് വകുപ്പ് 8 ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? നോക്കി, മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണ്. അപ്പോൾ ഓപ്ഷൻസ് 3 തവണ, 1 തവണ, 2 തവണ, 4 തവണ. എത്ര തവണയാണെന്നറിയോ? 2 തവണയാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കി. സായിയുടെ 2022-23 വർഷത്തെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയത് ഏത് സംസ്ഥാനമാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് കേരളം, തമിഴ്നാട്, കർണാടക. ഇവയൊന്നുമല്ല. ആൻസർ ഏതാണെന്നറിയോ? കേരളമാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. നോക്കി, ഇന്ത്യയിൽ ആദ്യമായി കൊറോണ ടെസ്റ്റിംഗ് ഫെസിലിറ്റി നിലവിൽ വന്ന എയർപോർട്ട് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഹൈദരാബാദ് ഇന്റർനാഷണൽ എയർപോർട്ട്, സിയാൽ, ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. ഇവയൊന്നുമല്ല. ഏതാണെന്നറിയോ? ആൻസർ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം. രാജ്യത്തെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, കർണാടക. ഏതാണെന്നറിയോ? ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ. ഉത്തരാഖണ്ഡാണ്. 21ാമത്തെ ചോദ്യം. മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ആരാണ്? മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ആരാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കി. എ ബാലകൃഷ്ണപിള്ള, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ, ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോൻ. ഇവരാരുമല്ല. ഏതാണെന്നറിയോ? ആൻസർ ആയിട്ട് വരുന്നത് ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോനാണ് കേട്ടോ.
അടുത്ത ചോദ്യം, ബാലഗുരു എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കി, വാഗ്ഭടാനന്ദൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, ശ്രീനാരായണ ഗുരു ഇവരാരുമല്ല എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പൊ നോക്കി, ആൻസർ ആയിട്ട് വരുന്നത് വാഗ്ഭടാനന്ദനാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക ദ്വീപ് ഏതാണ്? ഓപ്ഷൻസ് നോക്കി, ഹണിമൂൺ ദ്വീപ്, മാജുലി, വരീക്കുഡ് ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്. ഏതാണെന്നറിയോ? ഹണിമൂൺ ദ്വീപാണ് കേട്ടോ. ഓക്കെ, ഇത് ചിൽക്ക എന്ന് പറയുന്ന തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ ലക്ഷ്യമിട്ടുള്ള പാരീസ് ഉടമ്പടിയിൽ വീണ്ടും അംഗമായ രാജ്യം ഏതാണ്? ഓപ്ഷൻസ് നോക്കി, ബംഗ്ലാദേശ്, ഫിലിപ്പൈൻസ്, അമേരിക്ക. ഇവയൊന്നുമല്ല. ഏതാണെന്ന് പറയാൻ ആൻസർ അമേരിക്ക. അപ്പോൾ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് കുറച്ചധികം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.